ചങ്കൂറ്റത്തോടെ സ്ത്രീകളെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ ഇടതിനും വലതിനും ധൈര്യമുണ്ടോ? എത്ര നിയമസഭാ സീറ്റിൽ ഇടതും വലതും സ്ത്രീകളെ മത്സരിപ്പിക്കും? എന്നാൽ BJP വ്യത്യസ്തമാകുന്നത് അവിടെയാണ്. ഇപ്പോൾ ഏകദേശം 3 സീറ്റുകളോളം സ്ത്രീ പ്രാതിനിധ്യം BJP ഉറപ്പിച്ചു കഴിഞ്ഞു. അതും കരുത്തരായ 3 സ്ത്രീകൾ. രാഷ്ട്രീയ രംഗത്തെ കാരണവർ എന്നൊക്കെ അറിയപ്പെടുന്ന കെ കരുണാകരന്റെ മകളും ഒരു കാലഘട്ടത്തിന്റെ മാറ്റം എന്നോണം കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് എത്തിയ പത്മജ വേണുഗോപാൽ. ശോഭാ സുരേന്ദ്രൻ എന്നും BJPയിൽ മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ഓരോ സ്ത്രീക്കും പ്രചോദനമായ ഒരു വ്യക്തിയാണ്. ഔദ്യോഗിക രംഗത്ത് മാസായി വിരചിച്ച ശ്രീലേഖ IPS. ഇവരുടെ 3 പേരുടെ സീറ്റുകൾ ഏകദേശം ധാരണ ആയി കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി പത്മജ വേണുഗോപാലിനെ മത്സരിപ്പിക്കാൻ നീക്കം. പത്മജ മത്സരത്തിന് ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു എന്നാണ് വിവരങ്ങൾ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പത്മജയെ തൃശൂരിൽ മത്സരിപ്പിക്കാനാണ് താല്പര്യം. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന ലേബലിൽ തന്നെയായിരിക്കും പത്മജയെ തൃശൂരിൽ എത്തിക്കുക. A ക്ലാസ് മണ്ഡലമായി BJP എല്ലാ കാലത്തും പരിഗണിക്കുന്ന സീറ്റാണ് തൃശൂർ. നേരത്തെ പത്മജയെ ഗവർണർ സ്ഥാനത്തേക്ക് പരിഗണിക്കും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മറിച്ചാണ് കേൾക്കുന്നത്. തൃശൂരിൽ വളരെ പവർഫുൾ ആയ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യം മുൻനിർത്തിയാണ് BJPയുടെ ഈ ഒരു നീക്കം. പിന്നിൽ നിന്ന് കുത്തിയവരുടെയും കാലുവാരിയവരുടെയും പേരെടുത്തു പറഞ്ഞാണ് 2024 മാർച്ച് 7 ദില്ലിയിലെ BJP ആസ്ഥാനത്തെത്തി പ്രകാശ് ജാവേദ്കറിൽ നിന്ന് പത്മജ വേണുഗോപാൽ അംഗത്വം സ്വീകരിച്ചത് എന്നത് കേരളം മറന്നിട്ടില്ല. ഒസ്യത്ത് പ്രകാരം കെ കരുണാകരന്റെ സ്മൃതി കുടീരം ഇരിക്കുന്ന മുരളി മന്ദിരത്തിന്റെ അവകാശിയാണ് പത്മജ എങ്കിലും കരുണാകരനെ ആഘോഷിച്ച തൃശൂരുകാർ പത്മജയ്ക്ക് തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഒരു അവസരം ഇതുവരെ നൽകിയിട്ടില്ല. സുരേഷ് ഗോപിയുടെ അപ്രതീക്ഷിത എൻട്രിയിലാണ് കഴിഞ്ഞ തവണ 946 വോട്ടുകൾക്ക് പത്മജ വീണത്. ഇത്തവണ തൃശൂരിൽ പത്മജയെ പിന്തുണയ്ക്കാൻ സുരേഷ് ഗോപി എത്തും എന്നതാണ് മറ്റൊരു കൗതുകം. അതേസമയം ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലടക്കം BJP മികച്ച പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. നേമത്ത് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കഴക്കൂട്ടത്ത് V മുരളീധരനുമാണ് സാധ്യത. മഞ്ചേശ്വരം മണ്ഡലത്തിൽ K സുരേന്ദ്രൻ, പാലക്കാട് കായംകുളം സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രന്റെ പേരും പരിഗണനയിലുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം തന്നെയാണ് BJP എഴുതി ചേർത്തത്. BJPയുടെ നാരീശക്തി മുന്നേറുകയാണ്. കേരളത്തിൽ BJP ഭരിക്കുന്ന 30 ഗ്രാമപഞ്ചായത്തുകളിൽ 20 ഇടങ്ങളിലും ഭരണത്തിന്റെ നേതൃത്വത്തിൽ വനിതകളാണ്. ഇത് BJPക്ക് അഭിമാനകരമായ ഒരു നേട്ടമാണ്. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് എക്കാലവും കേവലം വാക്കുകളിൽ ഒതുങ്ങാതെ ഭരണത്തിന്റെ അമരത്തിൽ അവർക്ക് അർഹമായ ഇടം നൽകിക്കൊണ്ട് BJP വികസനത്തിന്റെ പുതിയ മാതൃക തന്നെയാണ് തീർത്തത്. മാറാത്തത് ഇനി മാറുമെന്ന ദൃഢനിശ്ചയത്തോടെ ജനപക്ഷത്തു നിന്നുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോ കോണിലും എത്തിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. വികസനത്തിന്റെ പുതിയൊരു പ്രഭാതം അത് BJPയിലൂടെ ഉണ്ടാവുകയാണ്. വികാസ കേരളം എന്ന സ്വപ്നം അതിനെ യാഥാർത്ഥ്യമാക്കാൻ BJPയുടെ ഈ നാരീശക്തി വഴിയൊരുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിലെ വനിതകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.